ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ യൂണിഫോം പാൻസ് ആൻഡ് ഷർട്ട്സ് എല്ലാ തുണികളും ലൈൻ ഇട്ടും ഇടാതെയും ഒക്കെയുള്ള തുണികൾ എങ്ങനെ അയൺ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഈ പാൻസ് അയൺ ചെയ്യുമ്പോൾ ഞാനിതാ ഇതുപോലത്തെ അയൺ ബോർഡാണ് എനിക്ക്. ഇതിൽ നമ്മൾ ഈ ഹിപ്പിൻ്റെ ഭാഗം ഉള്ളിലോട്ട് വലിച്ചിട്ട് കൊടുത്തിട്ട് ആദ്യം അവിടെ മാത്രം ഹിപ്പ് സൈഡ് മാത്രം കേട്ടോ, ഹിപ്പ് ബാക്ക് സൈഡ് വരുന്ന അത്രയും സ്ഥലം നോർമലായിട്ടൊന്ന് നല്ല രീതിക്ക് പോക്കറ്റ് നിവർത്തി വെച്ചിട്ടേ പോക്കറ്റ് അതിനകത്ത് നല്ല നീറ്റായിട്ട് നിവർത്തി വെച്ച് കൊടുത്ത് ഒന്ന് അയൺ ചെയ്തെടുക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പാൻസിൻ്റെ രണ്ട് എൻഡും കാലിൻ്റെ എൻഡ് പിടിച്ചിട്ട് അതിൻ്റെ ഇത് വരുമല്ലോ, തയ്യൽ വരുമല്ലോ, അത് അങ്ങനെ രണ്ട് കാലിലുമുള്ള ഭാഗം ചേർത്ത് പിടിച്ച് പിന്നെ ഈ രണ്ട് കാലിലെ തയ്യലും ചേർത്ത് മൊത്തം 4 എണ്ണം വരും. ചേർത്ത് പിടിച്ചതായി ഇതുപോലെ പാൻറ്റ് അങ്ങ് ഇട്ട് കൊടുത്ത് നല്ല രീതിക്ക് കൈകൊണ്ട് അതിലെ ചുരുക്കുകളും പോക്കറ്റിൻ്റെ മടക്കും ഒക്കെ നിവർത്തി വെച്ച് കൊടുക്കുക. ക്ലിയർലി ആ ഒരു ലൈൻ വീഴുന്ന രീതിക്ക് രണ്ട് എഡ്ജും രണ്ട് അറ്റവും പിടിച്ച് നല്ല രീതിക്ക് പ്രസ് ചെയ്ത് അമർത്തി തേച്ച് കൊടുക്കുക. ലൈൻ വീഴും കേട്ടോ. അപ്പോൾ പ്രൊഫഷണലായിട്ട് അയൺ ചെയ്യുന്ന രീതിയാണ് ഇത്. അതുപോലെ തന്നെ ഒരു കാല് തേച്ച് കഴിയുമ്പോൾ ആ കാലങ്ങനെ പൊക്കി വെച്ചിട്ട് ഈ ഒരു പാൻറ്റിൻ്റെ ആ കാല് പൊക്കി മാറ്റിയിട്ട് അടുത്ത കാലം തേച്ച് കൊടുക്കുക. ഇനി മറിച്ചിട്ടിട്ട് ഇപ്പോൾ ഈ സൈഡ്, അതായത് നമ്മളിതിങ്ങനെ തേക്കുമ്പോൾ ഒരു വശമാണല്ലോ അയൺ ബോക്സ് കൊള്ളാറുള്ളത്, മറുവശവും അതുപോലെ തന്നെ തേച്ച് കൊടുക്കുക. ഇപ്പോൾ പാൻസിൻ്റെ പരിപാടി കഴിഞ്ഞു. നല്ല രീതിക്ക് നീറ്റായിട്ട് ലൈൻ വീണ് തന്നെ. ഇതിൻ്റെ മോളുടെ യൂണിഫോം പാൻസാണ്. സോ ഓഫീസ് വെയർ ആയിട്ടുള്ള ആണുങ്ങളുടെ പാൻസും അയൺ ചെയ്യുന്ന അതേ രീതി തന്നെയാണ് ഇത് ഞാൻ അയൺ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് മോളുടെ വൈറ്റ് ഷർട്ടിലോട്ട് പോകാം. ഇതും നമുക്ക് ഫോർമൽ ഡ്രസ്സിങ്ങിന് വൈറ്റ് ഷർട്ട് അയൺ ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റ് ഷർട്ടുകൾ അയൺ ചെയ്യുന്ന രീതി തന്നെയാണ്. ആദ്യം കോളർ ഒന്ന് അയൺ ചെയ്ത് മടക്കി കൊടുക്കുക. പിന്നെ ബാക്കിൽ നമുക്ക് ബാക്ക് സൈഡ് ആ ഒരു തയ്യൽ കണക്കാക്കി അയൺ ചെയ്തിട്ട് നിവർത്ത് ഷർട്ട് ഇടുക. നിവർത്തെന്ന് വെച്ചാൽ ഉൾവശം നിവർത്ത് ഇട്ട് ഇങ്ങനെ ഒരു സൈഡ് ആദ്യം തേച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു തയ്യൽ കണക്കാക്കി അങ്ങോട്ട് ഉള്ളിലോട്ട് വലിച്ചിട്ടിട്ട് മടക്കി കൃത്യം ആ ഒരു ഭാഗം ചേർത്ത് ഒന്ന് തേച്ച് കൊടുക്കുക. ഇതുപോലെ ബാക്കി ഭാഗവും ആ സൈഡ് ബാക്കി ഉണ്ടാവും. എന്നിട്ട് കൈ ഉണ്ടല്ലോ, ആ ഒരു ഷോൾഡർ നമ്മൾ എന്തോരാണോ മടക്കി തേച്ചത് അതേ അളവിൽ കൈയും തേച്ച് കൊടുക്കുക. മറുഭാഗവും ഇതേപോലെ തന്നെ ഉൾഭാഗം തേച്ചിട്ട് പുറത്തുനിന്ന് അകത്തോട്ട് ഈ ഷർട്ടിൻ്റെ ഭാഗം ഇട്ട് അവിടെയും നന്നായിട്ട് തേച്ച് ഷോൾഡർ പ്രസ് ചെയ്ത് തേച്ചു. ഷോൾഡറിൻ്റെ അതേ അളവിൽ കൈയും കൂടി നല്ല രീതിക്കൊന്ന് തേച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ കേട്ടോ. അപ്പോൾ കൈയും കൂടി അതേ ഷോൾഡറിൻ്റെ അളവിൽ തേച്ച് കൊടുക്കുമ്പോൾ നമുക്ക് കൃത്യം ലൈൻ അങ്ങനെ കിട്ടും. കൈക്കും ഷോൾഡറിനും ഒരേ ലൈൻ കിട്ടും. അപ്പോൾ ചിലർക്ക് കൈക്ക് വേറെ ലൈൻ വേണമെന്നുള്ളവർ കുറച്ച് ഷോൾഡർ ഒന്ന് താഴ്ത്തി തേച്ച് കൊടുത്താൽ മതി. എന്നിട്ട് താഴെയും മുകളിലുമുള്ള ബട്ടൺ ഒന്ന് ഇട്ട് കൊടുത്ത് നമ്മൾ ഹാങ്ങറിൽ തൂക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ കണ്ടോ, കൈ കൃത്യമായിട്ട് ലൈൻ വന്നിട്ടുണ്ട്. ഡബിൾ ലൈൻ വീഴാതെ സിംഗിൾ ലൈനായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അങ്ങ് കൊണ്ടിട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്ന മോളുടെ സ്കൂളിലെ കോട്ടാണ്. അപ്പോഴത് നമ്മൾ കൈയില്ലാത്ത കോട്ടാണ്. അപ്പോൾ കൈയുടെ അവിടെ നിന്ന് നമ്മൾ പിടിച്ച് ആ കൈയില്ലാത്ത ഭാഗം തേച്ച് കൊടുത്ത് സാധാരണ ഇത് സിമ്പിളാണ് കേട്ടോ. മുതുകും ഫ്രണ്ട് വശവും ഒക്കെ നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഞാനിതിൻ്റെ മുതുകൊക്കെ അയൺ ചെയ്തിട്ടുണ്ട്. മുതുക ഭാഗവും മുൻപിൽ വരുന്ന ഭാഗമൊക്കെ പോക്കറ്റിൻ്റെ അവിടെയൊക്കെ ഒന്ന് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുത്തിട്ട് വേറെ ഒന്നും ചെയ്യാനില്ല, ആ കൈ വരുന്ന ഭാഗം തേച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഹാങ്ങറിലോട്ടാക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ മോളുടെ സ്പോർട്സിൻ്റെ, അതായത് മോൾക്ക് 3 യൂണിഫോമാണ് സ്കൂളിൽ. അപ്പോൾ അതിൽ ഈ യൂണിഫോമാണ് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ പറഞ്ഞത്. ബ്ലൂ പാൻസാണ്, സ്പോർട്സ് പാൻസാണ്. ഇത് ഫോർമൽ ലൈനിങ് വേണ്ട, കാഷ്വൽ ലൈനിങ് ആണ്. ലൈൻ പിടിച്ച് അയൺ ചെയ്യേണ്ട. വെറുതെ നമുക്ക് ഒന്ന് പ്രസ് ചെയ്ത് ജസ്റ്റ് ആ ഒരു ചുരുക്കുകളില്ലാതിരിക്കാൻ വേണ്ടി മാത്രം അയൺ ചെയ്ത് നോർമലായിട്ട് മടക്കിയെടുക്കാം. ചുരിദാറിൻ്റെയൊക്കെ പാൻസ് മടക്കുന്ന രീതിയിൽ. മറ്റേ പാൻസ് ഫോർമൽ രീതിക്ക് നമ്മൾ അയൺ ചെയ്യുന്ന പാൻസ് അതിൻ്റെ പാൻറ്റിൻ്റെ തയ്യൽ പിടിച്ചിട്ടാണ് നമ്മൾ മടക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഇത് അടുത്തത് മോളുടെ സ്കൂളിലെ ഇതിൻ്റെ കൂടി വരുന്ന കോട്ടാണ്. അപ്പോൾ ഈ ഒരു കോട്ട് നമ്മൾ ആദ്യം മുതുകും കൈയും ഒക്കെ ഒന്ന് അയൺ ചെയ്ത്, സാധാരണ ആ പഴയ കോട്ട്. പിന്നെ ഇത് വന്നിട്ട് നമ്മൾ അയൺ ബോക്സിൻ്റെ ഉള്ളിലേക്ക് വലിച്ചിട്ട് ചെയ്യും. ബനിയൻ ക്ലോത്താണിത്. നമ്മൾ വലിച്ചിട്ട് ചെയ്യും. അപ്പോഴത്തേക്ക് ഇതുപോലെ അയൺ ചെയ്തെടുത്ത് കൊടുക്കുക. ഷോൾഡറിൻ്റെ അവിടെ ലാസ്റ്റ് ഒന്ന് ഒരു ടച്ചപ്പ്, ഒരു ഫിനിഷിങ് ഒന്ന് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മടക്കി നമുക്ക് ആ പാൻസിൻ്റെ കൂടെ തന്നെ ഇടാം. ഇനി ഇതിൻ്റെ കൂടിയുള്ള ടീഷർട്ട് ഞാൻ ഒരിക്കലും ഈ അയൺ ബോർഡിൻ്റെ അകത്തേക്ക് വലിച്ച് അങ്ങനെയിട്ട് ചെയ്യാറില്ല. എങ്കിൽ പിന്നെ ടീഷർട്ട് ഒരുമാതിരി വലിഞ്ഞ് തൂങ്ങിപ്പോകും.
അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നേരെ ടീഷർട്ട് സാധാരണ നമ്മളിങ്ങനെ മടക്കി പിടിക്കുന്ന പോലെ പിടിച്ചിട്ട് നോർമലായിട്ടിട്ട് അയൺ ചെയ്താൽ മതി. ആദ്യം ബാക്ക് സൈഡ് അയൺ ചെയ്ത് കൊടുക്കുക. ബാക്ക് സൈഡ് അയൺ ചെയ്തിട്ട് രണ്ട് കൈയും അയൺ ചെയ്ത് കൊടുക്കുക. ഇതേ ലൈൻ പിടിച്ച് അയൺ ചെയ്യരുത് കേട്ടോ. ഒരിക്കലും ടീഷർട്ട് കയ്യിൽ ലൈൻ പിടിച്ച് അയൺ ചെയ്യരുത്, ചുമ്മാ അയൺ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടും അതേപോലെ തന്നെ, അല്ലെങ്കിൽ ഈ രണ്ട് ഭാഗം കൊണ്ട് ടീഷർട്ട് വലിഞ്ഞു പോകും. ഇങ്ങനെ ചെയ്തിട്ട് കോളർ ഒരിക്കലും ടീഷർട്ടിൽ അയൺ ചെയ്യരുത്. കാരണം കോളറിൻ്റെ ക്ലോത്ത് ടീഷർട്ടിൽ ഇത്തിരി വേറെ ക്ലോത്താണ്. അത് പിന്നീട് ഒരുമാതിരി നമുക്ക് കൊച്ചുങ്ങൾക്ക് ഇത് അയൺ ചെയ്യുക ഒരുമാതിരി പൊറുപൊറാന്നിരിക്കും, കഴുത്തിലൊരു ഡിസ്റ്റർബിങ് ഫീൽ ആവും. സോ ടീഷർട്ടിൽ ഇതുപോലുള്ള ടീഷർട്ടുകളിൽ കോളർ അയൺ ചെയ്ത് മടക്കി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ തന്നെ ഇനി എനിക്ക് ഒരു സെറ്റ് കൂടി നമുക്ക് ഇതുപോലെ തന്നെ അയൺ ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് തേഴ്സ്ഡേ യൂണിഫോമാണ്. അതിനും ഇതുപോലെ തന്നെയാണ്, സ്പോർട്സ് പാൻ്റാണ്. സോ ഞാനിത് നോർമലായിട്ട് ചുരിദാറിൻ്റെ പാൻറ്റ് മടക്കുന്നത് പോലെ തന്നെ മടക്കി അവിടെ നിന്നിട്ട് നമ്മൾ അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇത് ഇങ്ങനെ മടക്കി വെച്ചിട്ടാണ് ചെയ്യുന്നത്. സോ അടുത്ത ഭാഗവും നമ്മൾ അയൺ ചെയ്ത് കൊടുക്കും. പക്ഷേ നമ്മൾ ലൈൻ ഇടുന്നില്ല കേട്ടോ. ഉറപ്പായിട്ടും ഇതിൽ ലൈൻ വേണ്ട. ഇത് കാഷ്വൽ പോലെയാണ് PE യൂണിഫോം പിള്ളേരിടുന്നത്, അതായത് സ്പോർട്സ് യൂണിഫോം പിള്ളേരിടുന്നത് അങ്ങനെയാണ്. മറ്റതിനെ പോലെ കാഷ്വൽ വേണ്ട. അപ്പോൾ ഇതിങ്ങനെ ഞാനൊന്ന് അയൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഹാങ്ങറിലോട്ട് മാറ്റാം. ഇതിനും അതേപോലെ തന്നെയാണ്, യെല്ലോ കളർ ക്ലോത്ത് ഈ ഒരു കോട്ട് വരും. ഈ കോട്ട് പുറത്ത് വരും. അപ്പോൾ നമ്മളിത് കോട്ടൊന്ന് അയൺ ചെയ്ത് ഈ അയൺ ബോർഡിനകത്തോട്ട് വലിച്ചിട്ട് അതിൻ്റെ ആ ഹെഡ് തലഭാഗത്തോട്ട് വലിച്ചിട്ട് കൊടുത്താൽ മതി. ഒന്ന് അയൺ ചെയ്തെടുക്കാം. കൈയില്ലാത്തതാണ് കേട്ടോ. ഇതിങ്ങനെ അയൺ ചെയ്തിട്ട് ലാസ്റ്റ് നമ്മളിതിൻ്റെ കൈയും നെക്കും വരുന്ന ഭാഗം ഒന്ന് നിവർത്തിയിട്ടിട്ട് ജസ്റ്റ് കൈ ആ ഒരു ഭാഗവും നെക്കിൻ്റെ ഭാഗവും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം, മടക്കിയിടാം. ഇനി നമുക്കിതിൻ്റെ ടീഷർട്ടും കൂടി നമുക്ക് അയൺ ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യത്തെ ടീഷർട്ട് ചെയ്തതുപോലെ തന്നെ നിവർത്തിയിട്ടിട്ട് നമുക്ക് ബാക്ക് സൈഡ് ആദ്യം അയൺ ചെയ്ത് കൊടുക്കാം. നോർമലായിട്ട് പെട്ടെന്നൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ അയൺ ചെയ്തിട്ട് രണ്ട് കൈയും അയൺ ചെയ്ത് കൊടുക്കാം. മറക്കരുത്, ലൈൻ വേണ്ട, കൈയും അയൺ ചെയ്ത് കൊടുക്കുക. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മറുവശം മുൻഭാഗം തിരിച്ചിട്ടിട്ട് ഇതുപോലെ തന്നെ, ഒരിക്കലും ടീഷർട്ട് ഈ ഒരു അയൺ ബോർഡിൻ്റെ ഹെഡിനകത്ത് വലിച്ചു കയറ്റി ചെയ്യരുത്. ടീഷർട്ട് കുളുകുളാന്നായി പോകും. എന്നിട്ട് നമ്മളിങ്ങനെ അയൺ ചെയ്ത് കൊടുത്ത്, പിന്നെ എംബ്ലങ്ങളോ ഈ ഒരു പ്രിൻ്റ് വർക്കോ ഉണ്ടെങ്കിൽ അവിടെ അയൺ ബോക്സ് ഇല്ലാതെ നോക്കണം. ഈ എംബ്ലം ഒന്നും ചെയ്യത്തില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഈ എംബ്ലത്തിൽ ഞാൻ ധൈര്യമായിട്ട് അയൺ ബോക്സ് വെച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട്. എന്നിട്ട് നമുക്കിത് ഹാങ്ങറിനകത്തൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം കണ്ടോ. അപ്പോൾ ഞാൻ മോളുടെ 3 ദിവസത്തേക്കുള്ള യൂണിഫോം ആദ്യം ഓൾറെഡി ഒന്ന് ചെയ്തു. 4 ദിവസത്തേക്കുള്ള യൂണിഫോം അയൺ ചെയ്തു. ബൈ.